വയനാട് സുൽത്താൻ ബത്തേരിയിൽ വീണ്ടും പുലിയെത്തി. പ്രദേശത്ത് ഇത് മൂന്നാം തവണയാണ് പുലിയെത്തുന്നത്. ഇന്ന് പുലർച്ചെയോടെയാണ് കോട്ടക്കുന്ന് പുതുശ്ശേരിയിൽ പോൾ മാത്യുവിന്റെ വീട്ടിൽ പുലി എത്തിയത്. നിരന്തരം ആവശ്യപ്പെട്ടിട്ടും വനംവകുപ്പ് ഇതുവരെ കൂട് സ്ഥാപിച്ചിട്ടില്ലെന്നാണ് ആരോപണം. വിവരങ്ങളുമായി ആഷിഖ് റഹ്മാനാണ് ചേരുന്നത്. ആഷിഖ്, വീണ്ടും പുലി പേടിയിലാണ് ബത്തേരി എന്നുള്ളതാണ്. ഇതിപ്പോൾ മൂന്നാം തവണയാണ് പുലി എത്തുന്നത്. എത്രമാത്രം ഭീതിയിലാണ് നാട്ടുകാർ? സ്വാതി, ഏറ്റവും പ്രധാനം ഇത് സുൽത്താൻ ബത്തേരി ടൗണിനോട് ചേർന്നാണ് ഈ പുലി എത്തിയെന്നുള്ളതാണ്. കഴിഞ്ഞ 2 തവണയും ഈ പുലി എത്തിയ സമയത്തും ഈ ബത്തേരി ടൗണിനോട് ചേർന്നാണ് പുലി എത്തിയതെന്നും ഈ വീടുകളിലെ വളർത്തുന്നതും പ്രത്യേകിച്ച് കോഴികളടക്കം പിടിച്ചു കൊണ്ടുപോകുന്ന കാര്യം നാട്ടുകാർക്കും സൂചിപ്പിച്ചിരുന്നു. പക്ഷേ വനംവകുപ്പ് കൃത്യമായി നടപടിയെടുത്തിട്ടില്ല. ഇന്ന് പുലർച്ചെ 3:45 വീണ്ടും പുലി എത്തിയത്. ശേഷം ഈ കോഴിക്കോട്ടിൽ നിന്ന് കോഴികളെ പിടിച്ചു കൊണ്ടുപോകാൻ ശ്രമിച്ചെങ്കിലും നടന്നിട്ടില്ല. കഴിഞ്ഞ ചൊവ്വാഴ്ചയും ഈ ഞായറാഴ്ചയും ഇത്തരത്തിൽ പുലി എത്തിയിരുന്നു. കഴിഞ്ഞ ചൊവ്വാഴ്ച 7 കോഴികളെയാണ് ആദ്യം പുലി വന്ന് പിടിച്ചു കൊണ്ടുപോയത്. അതിന് പിന്നാലെ തന്നെ ഈ ഇര ബാക്കി, അതായത് കോഴികൾ ബാക്കിയുണ്ട്, എല്ലാ കോഴികളെയും പിടികൂടിയിരുന്നു. അതുകൊണ്ട് തന്നെ കോഴികൾ ബാക്കിയുണ്ടായതിനാൽ തന്നെ വീണ്ടും പുലി എത്താൻ സാധ്യതയുണ്ടെന്ന് ഈ പോൾ മാത്യു അടക്കം വനവകുപ്പിനെ അറിയിച്ചിരുന്നു. പക്ഷേ വനവകുപ്പ് കൂട് സ്ഥാപിക്കുക മറ്റു കാര്യങ്ങളൊന്നും ചെയ്തില്ല. തുടർന്ന് കഴിഞ്ഞ ഞായറാഴ്ച വീണ്ടും പുലി എത്തി കോഴികളെ പിടികൂടാൻ ശ്രമിച്ചെങ്കിലും ഈ കൂട് ബലപ്പെടുത്തിയതിനാൽ കോഴികളെ പിടികൂടാൻ കഴിഞ്ഞില്ല. തുടർന്ന് ഇന്ന് പുലർച്ചെ 3:45 വീണ്ടും പുലി എത്തുകയാണ്. അത് ഇത്തരത്തിൽ കോഴികൾ, അതായത് ഇര അവിടെ ബാക്കിയുണ്ടെങ്കിൽ വന്ന് പിടികൂടുക എന്നത് പുലികൾ സ്ഥിരമായി ചെയ്യാറുള്ളതാണ്. അതുകൊണ്ട് തന്നെ കോഴികളെ ഉള്ളതിനാൽ തന്നെ വീണ്ടും പുലി എത്തുമെന്ന് അറിയാമായിരുന്നു. ഇത് വനവകുപ്പിനെ തന്നെ അറിയിച്ചാണ്. എന്നിട്ടും വനംവകുപ്പ് ആവശ്യമായ നടപടി സ്വീകരിച്ചില്ല എന്നാണ് പ്രധാനപ്പെട്ട ആരോപണം. കഴിഞ്ഞ ദിവസം അദ്ദേഹം ഹൈക്കോടതിയിൽ റിട്ട് ഹർജി ഫയൽ ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിൽ പുലിയുടെ ശല്യം വർദ്ധിച്ചിട്ടും വനവകുപ്പ് വേണ്ട നടപടികൾ സ്വീകരിക്കുന്നില്ല എന്നാരോപിച്ച് അദ്ദേഹം ഇപ്പോൾ ഹൈക്കോടതിയിൽ റിട്ട് ഹർജി പെറ്റീഷൻ ഫയൽ ചെയ്തിട്ടുണ്ട്. ഇന്ന് അതിന്റെ കേസ് നടക്കാൻ പോകുകയാണ്. അദ്ദേഹം കൊച്ചിയിലാണുള്ളത്. അദ്ദേഹമാണ് രാവിലെ നമുക്ക് ഈ ദൃശ്യങ്ങളും അയച്ചു എന്നുള്ള ഇത്തരത്തിൽ വലിയ ഭീതിയിലാണ്. ഏറ്റവും പ്രധാനം സുൽത്താൻ ടൗണിനോട് ചേർന്നാണ് അദ്ദേഹത്തിന്റെ വീട്. കോട്ടക്കുന്ന് പുതുശ്ശേരിയിൽ പോൾ മാത്യുവിന്റെ വീട് സ്ഥിതി ചെയ്യുന്നു എന്നുള്ളതാണ്. അവിടെയാണ് മൂന്നാം തവണയും പുലി എത്തുന്നത്. എന്തായാലും പ്രദേശവാസികൾ വലിയ ഭീതിയിലാണ്. നേരത്തെ തന്നെ ഇത്തരത്തിൽ റേഞ്ച് ഓഫീസർമാർ വൈൽഡ് ലൈഫ് വാർഡന് കത്തയച്ചിന് കൂട് വെക്കണം ആവശ്യപ്പെട്ടു. പക്ഷേ ഇതുവരെ വൈൽഡ് ലൈഫ് വാർഡൻ കൂട് വെക്കാനുള്ള അനുമതി നൽകിയിട്ടില്ല. അതുകൊണ്ട് ഇന്നും പുലി എത്തിയാൽ തന്നെ ഒരുപക്ഷെ പെട്ടെന്നുള്ള നടപടിയായി ഒരുപക്ഷെ കൂട് സ്ഥാപിക്കുന്ന നടപടിയിലേക്ക് നടക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ക്യാമറയും മറ്റ് പരിശോധനയും ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ പോലും കൂട് വെക്കണമെന്നാണ് പ്രധാനപ്പെട്ട ആവശ്യം. എന്നിട്ട് പുലിയെ പിടികൂടണമെന്ന് ആവശ്യപ്പെടുന്നു. പക്ഷേ ഇതുവരെ നടപ്പായിട്ടില്ല. എന്തായാലും മൂന്നാം തവണ പുലി എത്തിയാൽ തന്നെ ഒരുപക്ഷെ അത്തരത്തിലുള്ള കൂടുവെക്കൽ നടപടിയിലേക്ക് കടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സ്വാതി. ശരി ആഷിഖ്.